ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ ഒരു പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫാമിലിയിൽ നമുക്കൊരു പുരക്കൂടലുണ്ട് കേട്ടോ. അപ്പോൾ പുരക്കൂടൽ എന്നൊക്കെ പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. നമ്മളുടെ തനതായ ഭാഷയിൽ പറഞ്ഞാൽ പുരക്കൂടൽ, ചിലർ വീട്ടുകൂടൽ, ഗൃഹപ്രവേശം അങ്ങനെയൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളുടെ ഗൃഹപ്രവേശമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ നല്ല റേറ്റ് കുറവുള്ളതും പിന്നെ കൂടുതലുള്ളതൊക്കെ ആയിട്ട് കുറേ ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ വലിയ റേറ്റ് ഒന്നുമില്ല, കുഴപ്പമില്ലാത്ത ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു ഫ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു ഫ്രിഡ്ജ് തന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ അടവിനാട്ടോ എടുക്കാൻ വിചാരിക്കുന്നത്. കയ്യിലുള്ള പൈസ നമുക്ക് ഇത്രയും പൈസ കൊടുത്തിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ, കാരണം നമ്മളൊക്കെ സാധാരണക്കാരല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അടവിന് മാസം അടവ് വരുന്ന രീതിക്കാണ് കേട്ടോ എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് താഴെ ഫ്രീസറുള്ള ഫ്രിഡ്ജാണ് കേട്ടോ. അതുപോലെ തന്നെ കുറേ ഫ്രിഡ്ജൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നും അങ്ങോട്ട് നമുക്ക് എന്താണെന്നറിയില്ല, മനസ്സിനൊരു തൃപ്തിയാണില്ല കേട്ടോ. അപ്പോൾ വലിയ ഫ്രിഡ്ജ് തന്നെയാണല്ലോ കൊടുക്കാൻ വിചാരിച്ചിട്ടുള്ളത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കതൊന്നും കണ്ണു പിടിക്കാത്ത കേട്ടോ. അപ്പോൾ ഇച്ചൂസ് ഇവിടെ വന്നപ്പോൾ എന്താണെന്നറിയില്ല, ആൾ വാഷിംഗ് മെഷീൻ വീട്ടിലുള്ളത് കണ്ടിട്ടുള്ളത് ഓർമ്മയില്ലാന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വാഷിംഗ് മെഷീൻ കാണിച്ചിട്ടാട്ടോ ഇത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തൽക്കാലം സമാധാനിപ്പിക്കാൻ വേണ്ടി ആയിക്കോട്ടെ നമുക്ക് വാങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഓൾറെഡി വാടകയ്ക്ക് വന്നതിന് ശേഷം തന്നെ നമ്മൾ ടി വിയും അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഓനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളതെന്ന് ആൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ അത് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു പ്രൊസീജിയറൊക്കെ ഉണ്ടാവല്ലോ, കാരണം അടവിനെല്ലാം എടുക്കുന്നത്. അതുകൊണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പിന്നെ നമ്മളെ ഫ്രിഡ്ജ് വണ്ടിയിൽ കയറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പിന്നാലെ വരും. അപ്പോൾ അതിന് മുന്നെയോ അല്ലെങ്കിൽ ബാക്കിലൂടെ ഒറ്റോ അവർ കൊണ്ടുവരും എന്നാട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോഴേക്കും പിന്നെ ഇവിടെ വേറെ എന്തോ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഹോട്ടൽ ഉദ്ഘാടനമായിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ചു പോവാം കേട്ടോ. അപ്പോൾ എനിക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു, പുരക്കൂടലിൽ നമ്മൾ ഡ്രസ്സ് എടുക്കണമെന്ന് നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുള്ളതാട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പം ആ ഷോപ്പിലെ ഡ്രസ്സൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. പിന്നെ നമ്മളിതാ ഗേൾസിൽ തന്നെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെ എൻ്റെ പെരുന്നാൾ ഡ്രസ്സും എടുത്തിട്ടുള്ളത്. പെരുന്നാൾക്ക് ചുരിദാർ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ വെസ്റ്റേൺ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ കുറച്ച് ടോപ്സൊക്കെ കാണിച്ചു കൊടുത്ത് നോക്കുമ്പോഴൊക്കെ അത്ര അങ്ങോട്ട് പറ്റിയില്ല. പിന്നെ നമുക്ക് പറ്റിയൊരു ടോപ്പും പിന്നെ അതിന് പറ്റിയൊരു ഷോളും പിന്നെ കൊറിയൻ സ്റ്റൈൽ പാൻറ്റും ആട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇപ്പം പോകുന്നത് നമ്മൾ വീട്ടുകൂടലുള്ള വീട്ടിലേക്കാണ്. അപ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഇടയ്ക്ക് സായിച്ചക്ക് എന്തോ ഒരു സാധനം വാങ്ങാണ്ടിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വാങ്ങി ഓട്ടോറിക്ഷയിലൊക്കെ വെച്ചിട്ട് നമ്മളിതാ തിരിച്ചു പോകട്ടോ. ഭയങ്കര വെയിൽ കേട്ടോ, അതാണ് ഞാൻ മുഖത്ത് അങ്ങനെ കൈവച്ചിട്ടുള്ളത്. അപ്പോൾ തിരിച്ചു പോകാൻ നേരത്തെ നമ്മളൊരു ഫ്രൂട്ടിയൊക്കെ വാങ്ങി കുടിച്ചു, കുട്ടിയൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ഒക്കെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണമൊക്കെ തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അകത്തേക്ക് കയറിയാൽ ചെറിയൊരു സിറ്റ് ഔട്ടാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് നേരെ ഒരു ചെറിയൊരു ഹാളിലേക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് ഇവിടെ ഒരു സോഫ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഗസ്റ്റിനൊക്കെ സ്വീകരിച്ചിരുത്താവുന്ന ചെറിയൊരു ഹാളാട്ടോ. ഇവിടെ ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, വളരെ യൂസ്ഫുള്ളായിട്ട് കുറച്ച് കബോർഡ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ ഒരു ഹാളിൻ്റെ വലുപ്പത്തിൽ തന്നെ അകത്ത് വേറൊരു ഹാൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ ആണെങ്കിൽ വിൻഡോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടുന്ന് നമ്മൾ നെക്സ്റ്റ് കിടക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ ആണെങ്കിൽ ലൈറ്റ്സ് ആണ് കേട്ടോ ഏറ്റവും അടിപൊളിയായിട്ട് കൊടുത്തിട്ടുള്ളത്. വുഡനിൽ ലേറ്റസ്റ്റ് ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴെ മാത്രമല്ല അപ്സ്റ്റെയറിലും ഇതുപോലെ വുഡനിൽ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലും LED ലൈറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിലാണ് കേട്ടോ ഈ ഒരു റൈറ്റ് സൈഡിൽ വന്നിട്ട് 2 ബെഡ്റൂമും ഒരുപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. ഇവിടെയാണ് വന്നിട്ട് ഇതുപോലെ തന്നെ ചെറിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആ ഒരു സമയത്ത് ഭാഗ്യത്തിന് റാഷിക്കയും ഷൈലാത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അവർക്ക് TV സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ വിളിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അങ്ങനെ TV സെറ്റ് ചെയ്യാൻ വന്നാലും പിന്നെ നമ്മൾ ഫ്രിഡ്ജ് കൊണ്ടുവന്ന ഒരു പിന്നെ റാഷിക്ക് എല്ലാവരും കൂടി ഫ്രിഡ്ജ് എടുത്താത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട്. താഴെ 2 റൂമും അതുപോലെ തന്നെ മുകളിൽ 2 റൂമായിട്ടോ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ തൽക്കാലം നമ്മൾ ഫർണിച്ചറൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായത്. പക്ഷേ ഞാൻ മനയും കൊണ്ട് ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഹാളിലേക്ക് കിടക്കുന്ന ഭാഗത്ത് സ്റ്റെയർ കേസിൻ്റെ നേരെ താഴെ വാഷ് ബേസിനും അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് ലൈറ്റ്സും പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും പിന്നെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് തീമിൽ കുറച്ച് സ്റ്റോൺസൊക്കെ കൊടുത്തിട്ട് അവിടെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീട്ടിൽ എനിക്ക് ഈ ഒരു ഭാഗമായിട്ട് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത്. ചെറിയൊരു സെറ്റപ്പിലാണെങ്കിലും കൂടി അവിടെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്.
ഞാൻ വീഡിയോ എടുക്കുന്ന തിരക്കിലാണെങ്കിൽ ഇവർ ഫ്രിഡ്ജിനോടുള്ള മൽപ്പിടുത്തത്തിലാട്ടോ. ഇത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ കിച്ചണിൽ തന്നെ ഫ്രിഡ്ജ് വെക്കാനായിട്ട് ഒരു കോർണർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്കാട്ടോ ഫ്രിഡ്ജ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അത് ഉകാൻ വേണ്ടി പോയപ്പോൾ ശലാത്ത പേടിച്ചു പോയതാട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജ് ഇവിടെ സെറ്റ് ചെയ്യാനാട്ടോ വിചാരിക്കുന്നത്. ഫ്രിഡ്ജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ ആ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജ് കറക്റ്റ് ആ ഒരു വലുപ്പത്തിലും വീതിയിലൊക്കെ ഒത്തു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷ് ബേസിൻ ഉണ്ട്. പിന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലേക്കായിട്ട് കുക്ക് ചെയ്യാനുള്ള കിച്ചൺ ഉണ്ട്. പിന്നെ അതുപോലെ ഒരു വാഷ് മെഷീനും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ അപ്സ്റ്റെയറിലും 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ LED ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ശുദ്ധവായും കാറ്റും വെളിച്ചമൊക്കെ ഇതിലൂടെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇവിടെ നേരെ താഴേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഹോളാണ് കേട്ടോ. അപ്സ്റ്റെയറിൽ 2 റൂംസിലുള്ള ഒരു റൂമാണ് ഇത്. ഇവിടെ ഇതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. പിന്നെ അതുപോലെ LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സീലിംഗ് ഫാന് പകരം നമ്മൾ ടേബിൾ ഫാനാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ളത് പോലെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു റൂമിനോട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അടുത്ത റൂമും ഇവിടെ മുകളിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെ LED ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു റൂമിലുള്ള പോലെ തന്നെ ഇവിടെയും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ആ ഒരു റൂമിൻ്റെ അതേ സ്ട്രക്ചറിലാണ് കേട്ടോ ഈ ഒരു റൂമും വരുന്നത്. പിന്നെ ബാത്റൂം മാത്രം ചെറിയൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളതുള്ളൂ കേട്ടോ. പിന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കാണ്. അപ്പോൾ ബാൽക്കണി ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നല്ല വ്യൂ ഒക്കെ ആണ് താഴേക്ക്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നേരെ മുമ്പിൽ പള്ളിയൊക്കെ കാണാം. അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാം കേട്ടോ. ഇത്രയൊക്കെ ആട്ടോ നമ്മുടെ അപ്സ്റ്റെയർത്തെ കാഴ്ചകൾ. പിന്നെ താഴെ സ്റ്റെയർ കേസിലേക്ക് വരുമ്പം ഇവിടെ എന്ന് പറയുന്നത് വുഡനിലാണ് കേട്ടോ സ്റ്റെയർ കേസൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത തന്നെയാണ്. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ക്ലീൻ ചെയ്യാനൊക്കെ ഇതാണ് ഏറ്റവും ഉപകാരപ്രദം. പിന്നെ ഏതൊരു വീടിനെക്കാളും ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു കാര്യം വരുന്നതെന്താ വെച്ചാൽ അധികം ആളുകളും നമ്മൾ താഴെ കൊടുക്കാൻ ചൂസ് ചെയ്യുക ടൈലാണ്. പക്ഷേ ഇവിടെ മാർബിളാണ് കൊടുത്തിട്ടുള്ളത്. എനിക്ക് പേഴ്സണലി ഇഷ്ടം മാർബിളാണ് കേട്ടോ. കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാകാനും ക്ലീൻ ചെയ്യാനും നമ്മൾ നേരത്തെ വുഡൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാർബിളാണ് ഒന്നുകൂടി നല്ലത്. പിന്നെ TV സെറ്റ് ചെയ്യാൻ വന്ന ആളല്ല നമുക്ക് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. കാരണം ആൾ ഈ ഒരു കമ്പനിയിൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വളരെ യൂസ്ഫുള്ളായി. ആളെല്ലാ കാര്യങ്ങളും ഫ്രിഡ്ജിനെ പറ്റിയിട്ടുള്ളത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. എത്രയും വീണ്ടും ഒരുപോലെ പോവുകയാണെങ്കിൽ ഈ 2 പീസ് ഇതിൽ കാണിക്കാൻ പറ്റില്ല. ഇത് 2 എടുത്ത് വെക്കണം. ഗ്ലാസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇത് ബ്രേക്കിൽ കമ്പനിയാണ്. ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഇതിൻ്റെ ബാക്ക് സൈഡാണ് ലോക്ക് വരുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ട്രേയുടെ കണ്ടീഷൻ. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ് ലോക്ക്. ഈ ഗ്ലാസ്സൊക്കെ സെയിം ആണ്. എല്ലാ ഗ്ലാസ്സിനും സെയിം ആണ് വരുന്നത്. പക്ഷേ ഈ ഒരു സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്കല്ല എടുക്കണമെങ്കിൽ ഫ്രണ്ടാണ് പോകുന്നത്. ഇതൊക്കെയാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളെന്ന് അറിയുന്നത്. പിന്നെ എനിക്കൊരു വീടിനെ പറ്റിയിട്ടൊന്നും അങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ. എനിക്കറിയുന്ന ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് തിരിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പിറ്റേന്നുള്ള വീട്ടുകൂടലിൻ്റെ ആ ഒരു ഫംഗ്ഷനും കൂടി ഇൻക്ലൂഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു വാച്ച് എനിക്കൊന്ന് റെഡിയാക്കാണ്ടായിരുന്നു. ഈ വാച്ചിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് 2 കൊല്ലത്തോളമായിട്ടോ. അതെനിക്ക് ഇത്തിരി കൂടി വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ചെറുതാക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് കേട്ടോ. പിറ്റേന്നുള്ള ഒരു ഡേ ആണ് കേട്ടോ ഇത്. ഫംഗ്ഷനുള്ള ഡേ ആണ്. അപ്പം ഇപ്പം ഞാനും റമി കൂടി എവിടെ പോകണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത ഡ്രസ്സ് പിന്നെ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി നോക്കുമ്പം ആർക്കും കണ്ടിട്ട് അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എനിക്കും കുറച്ചൊന്ന് മുഷിഞ്ഞു. അപ്പം ഞാൻ ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി പോയതാട്ടോ. അങ്ങനെ നമ്മളിത് ആ ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ ചെരുപ്പ് നോക്കി. അങ്ങനെ ചെരുപ്പ് എടുത്തു. പിന്നെ ഫാൻസിയിൽ കയറി കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മേക്കപ്പ് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. കുറേ ആയിട്ട് വിചാരിക്കുന്നത് വാങ്ങണമെന്ന്. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ രമ്യാണെങ്കിൽ ലിപ് ലൈനറൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. സ്ക്രാച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാട്ടോ. ഫുഡ് കഴിക്കാൻ വെച്ചാൽ വലുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഷെയ്ക്ക് കഴിച്ചു. പിന്നെ ഞാൻ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ വാങ്ങി തന്നിട്ടായിരുന്നു കേട്ടോ. ഫുഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡ് വാങ്ങി അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പ്രോഗ്രാമിനൊക്കെ പോയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫംഗ്ഷൻ വന്നിട്ട് വൈകുന്നേരത്തിന് ശേഷമാണ് കേട്ടോ. നൈറ്റിലേക്കാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളാണെങ്കിൽ തലേന്ന് പോയതല്ലേ. അതുകൊണ്ട് തന്നെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊക്കെ വന്നതിന് ശേഷം കേട്ടോ ഞങ്ങൾ റെഡിയായിട്ട് വീട്ടുകൂടലിൽ പോയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മാടാക്കരയിലാണ് കേട്ടോ ഫംഗ്ഷന്. നമ്മളിവിടെ എത്തുമ്പോഴേക്കും ഒരുവിധം ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചൊക്കെ നേരം വൈകിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. എത്തിയപ്പോൾ ഓരോരുത്തരും ഓരോ സൈഡിലൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്.
എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ചിൽ ദാൻ ടേക്ക് ബൈ. അസ്സലാമു അലൈക്കും.